നമസ്തേ, ഞാൻ ജയകുമാർ ശർമ്മ, ശാക്തേയ മാന്ത്രികപീഠം ആചാര്യൻ. നമ്മൾ ഈ ദൂരദിക്കുകളിലൊക്കെ നമ്മുടെ ദേശം വിട്ടൊക്കെ നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ, ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയുള്ള മൂർത്തികൾ ആരാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാറില്ല. ചില ഉപമൂർത്തികളൊക്കെ ഉണ്ട്. ഈ ഉപമൂർത്തികളൊക്കെ മുന്നിൽ പോകുമ്പോൾ ആ മൂർത്തി ആരാണെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ, ഏത് മന്ത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാതെ കഷ്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും അവിടെ ചിലപ്പോൾ എഴുതി വെച്ച് കാണത്തില്ല. അതല്ല, നമ്മളിപ്പോൾ സംസ്ഥാനങ്ങളൊക്കെ വിട്ടാണ് പോകണമെങ്കിൽ ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാകാതെ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രാർത്ഥിക്കുക, എന്ത് പേര് വിളിച്ചാണ് ആ ഭഗവാനെ വിളിക്കുക എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് മൂർത്തി ഏതാണെന്നും ഏത് ഭാവമാണ് എന്നും അറിയാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാവുന്ന അല്ലെങ്കിൽ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഓം നമ ശിവായ. ഏതു മന്ത്രത്തിലും ഏത് ദേവന്റെ മുന്നിലും ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഓം നമ ശിവായ. അപ്പൊ അങ്ങനെ മൂർത്തിയെ അറിയില്ലെങ്കിൽ ഓം നമ ശിവായ ജപിച്ചാൽ മതി.